ദൈവമരുന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളെല്ലാവരും അടുത്ത് കർത്താവ് പരിപാലിച്ചും ജയത്തോടെ നടത്തി. അപ്പം നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ വചനമൊക്കെ വായിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം വേറൊന്നാണ്. പ്രഭാതത്തിൽ എണീറ്റ് നമ്മളുടെ കർത്താവിൻ്റെ വചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് അന്നേ ദിവസം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മനുഷ്യനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും ഒക്കെയുണ്ട്. അത് നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഒരു ചെറിയ പ്രായത്തിലാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട അവരവരുടെ കാര്യങ്ങളുണ്ട്, ഭവനത്തിൻ്റെ കാര്യങ്ങളുണ്ട്, മക്കളുള്ള അവരുടെ കാര്യങ്ങളുണ്ട്, അങ്ങനെ കുടുംബജീവിതം അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. എന്നാൽ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ജ്ഞാനവും അതിനുള്ള കഴിവും തരുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ പ്രഭാതത്തിൽ എണീറ്റ് ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ഓരോ ദിവസത്തെ കാര്യങ്ങൾ തുടങ്ങിക്കേ നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ കൂടെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിനകത്തുനിന്നാണ് പറയാൻ പോകുന്നത്. അത് 6-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി നോഹയാണ്. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നോഹയോട് കൽപ്പിക്കുക ദൈവം, സകല ജഡത്തിൻ്റെ അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കും. അപ്പം ഈ ഒരു കാര്യം ദൈവം നോഹയോട് പറയുവാണ്, നോഹയോട് പറഞ്ഞ കാര്യം. അതുകൊണ്ട് നോഹയും നോഹയുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണമെന്ന് ദൈവത്തിനുണ്ടായിരുന്നു. ഇവർ നശിച്ചു പോകരുത്. അതുകൊണ്ട് നോഹയോട് എന്ത് പറഞ്ഞു? നീ ഈ മരം, ഒരു മരം, അത് പ്രധാനപ്പെട്ട ഒരു മരമാണ് ഗോപർ മരം. അത് പഴയ കാലത്തിലെ ഒരു പ്രധാനപ്പെട്ട മരമായിരിക്കും. അതൊരു കട്ടിയുള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കും മഴ വെയിലൊക്കെ കൊണ്ടാലും കുഴപ്പമില്ലാത്ത തടിയായിരിക്കും അതിൻ്റെ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, നീ ഗോപുര മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്തുണ്ടാക്കാനാണ് പറഞ്ഞത്? ഒരു പെട്ടകം ഉണ്ടാക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പം പെട്ടകത്തിൽ അറകളുണ്ടാക്കണം എന്ന് പറഞ്ഞു. പെട്ടകം ഉണ്ടാക്കണം, അതിനുള്ള ജ്ഞാനമൊക്കെ ദൈവം നോക്കി കൊടുത്തു. അകത്തും പുറത്തും കീഴ്ത്തേക്കണം. എന്നിട്ട് അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന്, പെട്ടകത്തിൻ്റെ നീളം, വീതി, ഉയരം എല്ലാം പറഞ്ഞു കൊടുത്തു. 300 മുഴം വീതി, 50 മുഴം ഉയരം, 30 മുഴം ഉയരം, അതായത് വീതി 50 മുഴം, 300 മുഴം നീളം, വീതി, ഉയരം, ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അതിന് ശേഷം പെട്ടകത്തിന് കിളിവാതിലുണ്ടാക്കണം. ഒറ്റ വാതിലേ ഉണ്ടാക്കാവുള്ളൂ എന്നാണ് പറഞ്ഞത്. മേലിൽ നിന്ന് 1 മുഴം താഴെ അതിൻ്റെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തെയും 2-ാമത്തെയും 3-ാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. നിലയായിട്ട് ഉണ്ടാക്കണം. ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിക്കാൻ ഞാൻ ഭൂമിയെ ജലപ്രളയം വരുത്തും. അപ്പോൾ ജലപ്രളയം ഉണ്ടാകും. നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടണം. അതേപോലെ തന്നെ ഭൂമിയിലുള്ളതൊക്കെ നിന്നോട് ഞാനൊരു നിയമം ചെയ്യും. നീയും നിൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യയും ആരും പെട്ടകത്തിൽ കിടക്കണം. അപ്പം സകല ജീവികളിൽ നിന്ന് സർവ്വജഡത്തിൽ നിന്ന് തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിൽ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെ ഈരണ്ട് ജീവരക്ഷയ്ക്കാണ് നിൻ്റെ അടുക്ക്. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ ഒരു കുറവും വരാതെ നോഹയോട് ദൈവം കൽപ്പിച്ച രീതിയിൽ തന്നെ നോഹ പെട്ടകം നിർമ്മിച്ചു. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ, പിന്നെയും കൽപ്പിക്കുക, നീയും സർവ്വ കുടുംബമായി പെട്ടകത്തിൽ കിടക്കണം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. നോഹ എന്നുള്ള പേരിനർത്ഥം നീതിമാൻ എന്നാണ് കേട്ടോ, നീതിമാൻ. അതേപോലെ നീയും സർവ്വ കുടുംബ പെട്ടകത്തിൽ കിടക്കുക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണും 2, ആകാശത്തിലെ പറവുകളിൽ നിന്ന് പൂവനും പടിയുമായി 7, ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതെന്ന് ചേർത്ത് കൊള്ളണം. 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ എത്രയെന്നറിയാമോ? 40 രാവും
40 പകലും മഴ പെയ്യിക്കും. എത്ര? 40 രാവും 40 പകലും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം നോഹ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജലപ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് മുഴുവൻ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് കർത്താവ് നോഹയും നോഹയുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെല്ലാം വിടുവിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ പറഞ്ഞതനുസരിച്ച് പക്ഷിമൃഗാദികളെയെല്ലാം നോഹ അതിനകത്ത് കയറ്റുകയും ചെയ്തു. അതിൻ്റെ വാതിൽ അടച്ചത് ദൈവമാണ്, ആ വാതിൽ തുറന്നതും ദൈവമാണ്. സ്തോത്രം. നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കൺമണി പോലെ കാക്കുന്നവൻ നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നെല്ലാം കൺമണി പോലെ കാക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ മാറിച്ചാരി നമുക്ക് ഓരോരുത്തർക്കും യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.